പൊസിഷൻ എന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് ഡിവിഡൻഡ് എന്നാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനിയിലെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് കമ്പനി ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ പോർഷൻ ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ദ പോർഷൻ ഓഫ് ഏർണിങ്സ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാൻ ഒരുപാട് ഫോമുകൾ ഉണ്ട്. ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഫസ്റ്റ് വരുന്നതാണ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതായത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുന്നത്. ഈ ക്യാഷ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരം ഡിവിഡൻഡ് വരാം. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡും ഇന്ററിം ഡിവിഡൻഡും. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡില് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റിന്റെ ബേസിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് എന്ത്, റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ഇനി വരുന്നതാണ് എന്ത്, ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിൽ 6 മാസം കഴിയുമ്പോഴൊക്കെ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് ഓഫ് ഡിവിഡൻഡില് ഫസ്റ്റ് വരുന്നത് ക്യാഷ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതിനകത്ത് വരുന്നതാണ് ഫൈനൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ റെഗുലർ ഡിവിഡൻഡ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ്. പിന്നെ വരുന്നതാണ് എന്ത്, ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ഡിവിഡൻഡിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു 6 മന്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ അവസാനിക്കുമ്പോഴൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് എന്ത്, ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ചില കേസുകളിൽ കമ്പനിക്ക് എന്തുണ്ടാവില്ല, ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് ക്യാഷ് ഉണ്ടാവില്ല. അതായത് ലിക്വിഡിറ്റി പൊസിഷൻ ലാക്ക് ചെയ്യുന്ന സമയം ഉണ്ടായിരിക്കും. അപ്പൊ കമ്പനി എന്താ ആഗ്രഹിക്കുന്നില്ല, ഒരു ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഡിവിഡൻഡ് അവർ ഷെയർസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ബോണസ് ഇഷ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ്. ഇപ്പൊ ഒരു 10,000 രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഷെയർസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ്. ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാസ്റ്റ് റിസർവുകളും പ്രോഫിറ്റുകളും ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ അക്യുമുലേറ്റഡ് റിസർവിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. ശരിക്കും സ്റ്റോക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ശരിക്കുള്ള ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നില്ല. അതേസമയം കമ്പനിക്ക് എന്ത് കിട്ടും, കമ്പനിയുടെ ക്യാപിറ്റൽ, അതായത് ആ റിസർവും പ്രോഫിറ്റും ഒക്കെ ക്യാപിറ്റൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഡിവിഡൻഡ് ഷെയർസിന്റെ രൂപത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, സ്ക്രിപ്പ് ഡിവിഡൻഡ്. സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ത് ചെയ്യാണ്, ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. പക്ഷെ അത് പിന്നീട് തരാന്ന് പറഞ്ഞിട്ടല്ല, ഇവിടെ കമ്പനി പ്രോമിസറി നോട്ടുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രോമിസറി നോട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ കമ്പനി പ്രോമിസ് ടു പേ ദ, പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രോമിസറി നോട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സർട്ടൈൻ പീരീഡ് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ കമ്പനി ഡിവിഡൻഡ് പേയ്മെന്റ് എന്ത് ചെയ്യാണ്, ഒന്ന് പോസ്റ്റ് പോൺ ചെയ്യാണ്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഒഴിവാക്കാണ്. എന്നാൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് സ്ക്രിപ്പ് അല്ലെങ്കിൽ വാറന്റ് അല്ലെങ്കിൽ പ്രോമിസറി നോട്ടായിട്ട് നമ്മൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബട്ട് വി ആർ നോട്ട് മെയ്ഡ് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെന്റ്, ബട്ട് വി ആർ റെസ്പോൺസിബിൾ ടു പേ ദ ഡിവിഡൻഡ് ഇൻ
ഫ്യൂച്ചർ സ്പെസിഫിക് ഡേറ്റ്. പിന്നെ വരുന്നതാണ് ബോണ്ട് ഡിവിഡൻഡ്. ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഷെയറിന്റെ ഫോമിൽ കൊടുക്കുന്നതിന് പകരം വി ആർ ഇഷ്യൂയിങ് ആസ് ഡിബഞ്ചേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു റെഗുലർ ഇൻട്രസ്റ്റും ആ ബോണ്ടിന്റെ മേലെ അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അസറ്റുകളായിട്ട് കൊടുക്കുക. ഇപ്പൊ അച്ചാറ് കമ്പനി അച്ചാറ് കുപ്പികൾ കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എനി ഫോം ഓഫ് അസറ്റ്, അതായത് ക്യാഷ് അല്ലാതെ വേറെ എന്ത് സ്റ്റോക്കും അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും അസറ്റ് ആയിട്ട് ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് മെക്കാനിക്സ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഒന്നാമത്തെ വരുന്നത്, അതിന് കുറച്ച് ടേമുകളാണ് പഠിക്കാനുള്ളത്. ഡിക്ലറേഷൻ ഡേറ്റ്. അത് ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫേം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് മീറ്റ് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാണോ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് മീറ്റിംഗ് നടത്തുന്നത്, അതാണ് ആ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ്. പിന്നെ എമൗണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എത്ര രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത്, അത് നമ്മൾ ആ ഡിവിഡൻഡ് നോട്ടീസിൽ ഉണ്ടാവും. ഇനി ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് ആണ്. അതാന്ന് വെച്ചാ ഹൂ വിൽ ഗെറ്റ് ദ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടിയുന്നത് ആരാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ റെക്കോർഡില് ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് ഷെയർ ഹോൾഡർ ആയിട്ട്, അയാൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് കിട്ടുക. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദ ഡേറ്റ് ഫ്രം വിച്ച് ദ സ്റ്റോക്ക് ബിഗാൻ ടു ട്രേഡ് വിത്തൗട്ട് ദ റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ് ഡിക്ലയർഡ് ഈസ് നോൺ ആസ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. അതായത് ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാതെ എന്നു മുതലാണോ ട്രേഡ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് പോളിസിയാണ്. നമ്മൾ എത്ര രൂപ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ ടു ഡിക്ലയർ ആൻഡ് റീടൈൻ ദ പ്രോഫിറ്റ്. വോട്ട് പോർഷൻ ഓഫ് അല്ലെങ്കിൽ ഹൗ മച്ച് പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഹാസ് ടു ബി ഡിക്ലയർഡ് ആസ് ഡിവിഡൻഡ് ഓർ റീടൈൻഡ് ഇൻ ദ കമ്പനി ഇറ്റ്സെൽഫ് എന്ന് തീരുമാനിക്കുന്ന ആ ഡിസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കണം, എത്രത്തോളം എമൗണ്ട് നമ്മൾ കമ്പനിയിൽ തന്നെ റീടൈൻ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പറയണത് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്. സ്റ്റെബിലിറ്റി, ഒരു ഫേമിന് ലാർജ് എമൗണ്ട് ഓഫ് ഏർണിംഗ് സ്റ്റേബിൾ ആയിട്ട് കിട്ടുമെങ്കിൽ അതിന് എന്ത് ചെയ്യാം? ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഹാസ് ലാർജ് ഇനഫ് ഏർണിംഗ് വിച്ച് ആർ സ്റ്റേബിൾ. സോ ഏതെങ്കിലും ഒരു കാലത്ത് ഫേമിന് അഡീഷണൽ ഫണ്ട് അതിന്റെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ വരുന്ന പ്രോഫിറ്റിൽ നിന്ന് അത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്റ്റേബിൾ ആൻഡ് ലാർജ് സൈസ് ഓഫ് ഏർണിംഗ് ഉള്ള ഒരു കമ്പനിക്ക് ലിബറൽ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫേമിന്റെ കയ്യിൽ ഇനഫ് എമൗണ്ട് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ നിയർ ക്യാഷ് അസറ്റ് ഉണ്ടെങ്കിൽ, അതായത് ലിക്വിഡിറ്റി പൊസിഷൻ സേഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ആണ്. അപ്പം ഫേമിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിന് ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുവഴി അവർക്ക് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു റീടൈൻ ദ പ്രോഫിറ്റ്. ഒരു കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യാതെ, അതായത് അധികം ഡിവിഡൻഡ് ഒന്നും ഡിക്ലയർ ചെയ്യാതെ എന്ത് ചെയ്യാം? അധികം ഡിവിഡൻഡ് ഒന്നും ഡിക്ലയർ ചെയ്യാതെ ഫേം എന്ത് ചെയ്യാം? കൂടുതൽ എമൗണ്ടും ഓർഗനൈസേഷനിലെല്ലാം റീടൈൻ ചെയ്യാം. അങ്ങനെ റീടൈൻ ചെയ്താൽ അവർക്ക് അത് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒരുപാടുള്ള കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഫേമിന് അധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്?
ഡിവിഡൻഡ് ലിബറൽ ആയിട്ടൊരു ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഒരു ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്, അവരെപ്പോഴും ഒരു റെഗുലർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും ഇൻ ഓർഡർ ടു സപ്ലിമെന്റ് ദയർ ലോ ഇൻകം. അതല്ല, ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. അവരെപ്പോഴും എന്താണ്, റെഗുലർ ഡിവിഡൻഡ് അല്ല, കൂടുതൽ അവർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, വി ക്യാൻ റീടൈൻ. പിന്നെ വരുന്നതാണ് എന്ത്, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് കൺട്രോൾ. മാനേജ്മെന്റിന് കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് ആവശ്യമുണ്ട്, ഫണ്ടിന് വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് എന്താവും, കൂടുതൽ ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം കൂടും. അപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നവരുടെ കൺട്രോള് കൈവിട്ടു പോകും. അതല്ല, നമ്മൾ ഡിവിഡൻഡ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ വി ഹാവ് ഇനഫ് എമൗണ്ട് ഓഫ് റിസർവ്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഫണ്ടിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ വി നീഡ് നോട്ട് ടു റൈസ് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ, വി ക്യാൻ യൂസ് ദ ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട്. അപ്പൊ മാനേജ്മെന്റിന് അങ്ങനെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാനായിട്ട് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം, they can എന്താണ്, റീടൈൻ ദ ഡിവിഡൻഡ്. അതല്ല, കൺട്രോൾ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ they can go for liberal dividend policy and whenever the requirement for fund arise they can raise it from external. പിന്നെ വരുന്നതാണ് പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. എപ്പോഴും നമ്മളൊരു ഡിവിഡൻഡ് പോളിസി ഫിക്സ് ചെയ്യുമ്പോൾ we have to consider the past dividend rate. അപ്പോഴാണ് we can follow a stable dividend policy. പിന്നെ എബിലിറ്റി ടു ബോറോ. എക്സ്റ്റേണലി ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഫേമുകളാണ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഇഷ്ടം പോലെ കൊടുക്കാം. ഫണ്ടിന്റെ ആവശ്യം വരുമ്പോൾ they can easily rise from the external environment because they are well established. അതല്ല, വലിയ സ്മോൾ കമ്പനീസ് ആണ്, അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയില്ലെങ്കിൽ always keep their profit in reserve because it is not easy to raise fund from external. പിന്നെ വരുന്നതാണ് need to repay debt. ഫേമിന് ഒരുപാട് ഡെപ്റ്റ് പേ ചെയ്യാൻ ഓൾറെഡി ഉണ്ട്, അതിന്റെ ഓൾറെഡി ബോറോയിങ് കപ്പാസിറ്റി മാക്സിമം ആണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് റീടൈൻ ചെയ്ത് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതാണ് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, ബൂം, അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ എന്താണ്, ഇപ്പൊ ഒരു ഇൻഫ്ലേഷന്റെ സമയത്താണെങ്കിൽ എപ്പോഴും എന്താണ്, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റിന്റെ കോസ്റ്റ് ഹൈ ആകുന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മോർ ഫണ്ട് റിക്വയർഡ് ടു റീപ്ലേസ് ദ അസറ്റ്. സോ വി ഹാവ് ടു retain the profit, we have to reduce the distribution of dividend. ഇനി അതുപോലെ ലീഗൽ റിക്വയർമെന്റ് ഉണ്ട്, നമുക്ക് തോന്നിയ പോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനൊന്നും പറ്റില്ല. എന്താണ്, കമ്പനിയുടെ പ്രസന്റ് പ്രോഫിറ്റിൽ നിന്ന് മാത്രം, അതായത് കമ്പനിയുടെ എന്താണ് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു കറണ്ട് പ്രോഫിറ്റിന്റെ 10% നമ്മൾ എന്ത് ചെയ്യണം, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയെ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സും ഇതുപോലെ ഡിവിഡൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഹെവി റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കുന്നതും കുറയും. അതുപോലെ തന്നെയാണ് ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി. ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ് ഓഫ് എക്കണോമി അൺസർട്ടൈൻ ആണെങ്കിൽ ഫേം എന്ത് ചെയ്യണം, ലോ ഡിവിഡൻഡ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് ഉണ്ടാവുക ഇല്ലേ നമുക്ക് അറിയില്ല. അപ്പോൾ എപ്പോഴാണ് ഫണ്ട് വരിക എന്നറിയില്ല, എപ്പോഴാണ് ഇൻഫ്ലേഷൻ വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക എന്നറിയില്ല. അപ്പോൾ ഒരു അൺസർട്ടാനിറ്റി ആണെങ്കിൽ എപ്പോഴും വി ഹാവ് ടു മേക്ക് ദ ഡിവിഡൻഡ് പേ ഔട്ട് ലോ. പിന്നെ കണ്ടീഷൻ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ഫേവറബിൾ ആണ്. വി ഹാവ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു റൈസ് ഫണ്ട് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. അതിന് വേറെ ഒരു വശം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ, ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ അവിടെ എന്തൊരു അർത്ഥം കൂടി ഉണ്ട്, വി ഹാവ് ഇനഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീടൈൻ ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഗവൺമെന്റ് പോളിസി. നമ്മുടെ ഡിവിഡൻഡ് പോളിസി എപ്പോഴും വൈഡ്ലി എഫക്റ്റഡ് ബൈ ഗവൺമെന്റ് ഫിസിക്കൽ, ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അപ്പൊ എന്താണ്, എപ്പോഴും നമ്മൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.